പ്രധാന വേദിയായ അതെ, ഞങ്ങൾ ഇതുവരെ അകത്തായിരുന്നു. പക്ഷെ അകത്തിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സുറച്ചില്ല. പുറത്തേക്കിറങ്ങി ഈ ആരവത്തിനൊപ്പം ചേരുക എന്നതല്ലാതെ ഈ സമയം ചെയ്യാൻ മറ്റൊന്നുമില്ല. ഈ നിമിഷം ഏറ്റവും സന്തോഷമുള്ള വാർത്ത എന്താ അറിയോ? സ്വർണ്ണക്കപ്പ് ആർക്കപ്പ? കണ്ണൂരിനാണ് അയ്യപ്പ. കലാകിരീടം ആർക്കപ്പ? കണ്ണൂരിനാണ് അയ്യപ്പ. ഊയന്റെ അപ്പ കണ്ണൂരെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം അല്ലതല്ലത നിമിഷമാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി കണ്ണൂർ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ തീർത്തു ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് എടുത്തൊരു പ്രകടനം ഉണ്ടാവും. അത് കാണാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു ചില വിശേഷങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോ എല്ലാ അർത്ഥത്തിലും ആവേശം പരന്നൊഴുകുന്ന നിമിഷങ്ങളിലൂടെയാണ് തൃശ്ശൂർ. ഈ ആവേശത്തിന് ഒരു ഊർജം പകരാൻ നമുക്കൊരു വഞ്ചിപ്പാട്ട് കേൾക്കാം. വഞ്ചിപ്പാട്ട് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു വഞ്ചിപ്പാട്ട് സംഘത്തെ മെയിൻ വേദിയിൽ കണ്ടുവച്ചിട്ട് കേട്ടോ. ഇന്ന് ആകെ 8 ഐറ്റങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ജിൽസി. അതിൽ കാണികളുടെ മനം കവർന്ന ഒരു ഐറ്റം വഞ്ചിപ്പാട്ടായിരുന്നു. അപ്പൊ നമുക്കൊരു വഞ്ചിപ്പാട്ട്. അപ്പൊ ഈ വഞ്ചിപ്പാട്ട് ഇന്ന് കലാകിരീടം ചൂടിയ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരുടെ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഈ വഞ്ചിപ്പാട്ട് കേൾക്കാൻ പോകുന്നത്. അബ്ബായിക്ക് പിടിച്ചോളൂ. അടിപൊളി അടിപൊളി. അപ്പോ ഞങ്ങള് കണ്ണൂർ ജില്ലക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ ആഘോഷാരവങ്ങൾ കേൾക്കണം. ഇപ്പൊ നമ്മൾ ഇവര് പരിചയപ്പെടാം. ഏതാ സ്കൂള്? വയനാട് മീനങ്ങാടി. ഇന്ന് കഴിഞ്ഞതാണോ പ്രോഗ്രാം? റിസൾട്ട് വന്നില്ലേ? ഏതാ സ്കൂൾ? ഏതായിരുന്നു? മീനങ്ങാടിയുടെ താരങ്ങളാണ് ഇവിടെ വഞ്ചിപ്പാട്ട് ആടി തകർത്തത്. പ്രധാന വേദി നമ്മൾ കുറച്ചങ്ങോട്ട് മാറിക്കൊടുക്കാണ്. കാരണം ലാലേട്ടന് വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രധാന വേദിയായ മൈതാനമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ അതാ വിശിഷ്ടാതിഥികളെത്തും. പ്രധാനമായിട്ടും ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പൊ തന്നെ ഈ കലാകിരീടം കണ്ണൂരിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. ലാലേട്ടനെ കാത്തിരിക്കുകയാണ്. തൃശ്ശൂരിന്റെ മണ്ണ്, നാടും നഗരവും ഒക്കെ ഒന്നാം രാഗം പാടി എന്നൊക്കെ പാട്ടിലെ ജയകൃഷ്ണൻ, തൂവാനത്തുമ്പികളിലെ. അല്ല, ഇവിടെ നമ്മുടെ ടീമുകളൊക്കെ എത്തിയത് ഒന്നിനെ മാത്രം തേടിയാണ്. ഓ, നല്ല ശബ്ദം. പലതരത്തിലുള്ള ബഹളമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ശബ്ദമൊക്കെ മാറി ഇന്നൊരു സ്പേസിലേക്ക് പോകാം. എന്ന് വെച്ചാൽ തൃശ്ശൂരിന്റെ പ്രത്യേകത പല തരത്തിലുള്ള മനുഷ്യർ, വിവിധ തരങ്ങളിലുള്ള മനുഷ്യർ. പക്ഷെ അവർക്കൊക്കെ ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കല. അല്ലെ, കല മാത്രം. അതായത് ഇങ്ങോട്ട് ഒഴുകി എത്തുന്ന ഓരോ മനുഷ്യനും ഒന്നുകിൽ ഇത് മത്സരിക്കാൻ വരുന്ന വിദ്യാർത്ഥികളായിരിക്കും വിവിധ ജില്ലകളിൽ നിന്ന്. അവർക്ക് അവരുടെ കലാരൂപം മനോഹരമായി അവതരിപ്പിക്കണമെന്ന്, അല്ലാതെ വരുന്നവർക്ക് ഈ കലാരൂപം അത് വൃത്തിയായിട്ട് കാണണമെന്ന് എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കലയുടെ വിവിധ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അങ്ങനെ തൃശ്ശൂരിന്റെ ഒരു ചെറു പൂരത്തിന് ഇന്നിവിടെ പരിസമാപ്തിയാവുകയാണ്. അപ്പോൾ 5 ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ എല്ലാ അർത്ഥത്തിലും കലയെ, ഈ കലോത്സവത്തെ, ശക്തന്റെ മണ്ണ്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നെഞ്ചേറ്റിയ നിമിഷങ്ങളാണ് കടന്നുപോയത്. എത്ര പെട്ടെന്നാണ് ഈ 249 ഐറ്റങ്ങളും 24 വേദികളും ഇങ്ങനെ ഒരു പെരുമഴയായി തോർന്നു പോയത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല. കാരണം
അതിങ്ങനെ ഒരു ഒഴുക്കായിരുന്നു. ആ ഒഴുക്കിൽ അലിഞ്ഞു ചേരുകയായിരുന്നു കേരളം മുഴുവൻ.